Happy birthday to you. Happy birthday to you. Happy birthday, dear Gigi. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗ് ആട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഉള്ളത് അമ്മയുടെയൊക്കെ അടുത്താണ്, അമ്മയുടെ ആങ്ങളയുടെയും നാത്തിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയൊരു ചാൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇന്നത്തെ ദിവസം നാട്ടിലുണ്ടാവുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും അമ്മയോടൊപ്പം ഇവിടെ തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാനും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നമുക്ക് ഇവിടെ നാട്ടിൽ വെച്ച് നടത്താൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. വീട്ടിൽ വെച്ചാണ് കേക്ക് കട്ട് ചെയ്യണേ. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് കേക്ക് കട്ടിങ് തുടങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാ ബർത്ത്ഡേ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കണ്ടു കാണും. നമുക്ക് ആൽവിനുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ലപോലെ തന്നെ ഇരുട്ടായിരുന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിയായിരുന്നു കേട്ടോ. ഒരു ബേക്കറി കയറി. അപ്പോൾ ആൽവിൻ ആ പേരൊക്കെ എഴുതിപ്പിക്കുന്നുണ്ട് കേക്കുമ്പോൾ. അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്നും പറഞ്ഞത് ആൽവിൻ എഴുതിപ്പിക്കുന്നത് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കിട്ടി. ഞങ്ങളിതാ കേക്കൊക്കെ ആയിട്ടാണ് കേക്ക് കട്ടിങ്ങിന് വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് എത്തിയിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വരുന്ന വഴിക്ക് വാങ്ങിച്ച കേക്കാട്ടോ ഈ കേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അമ്മ ഇതാ പ്രാർത്ഥനയ്ക്ക് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങുന്നു. സുദർശനായാളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ ലിജി മോളെ, അനിൽ മോനെയും മക്കളെയും ഈശോയെ നിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. സന്തോഷവും സൗഭാഗ്യങ്ങളും സ്ഥാനമാനങ്ങളും ആരോഗ്യവും എല്ലാം നൽകി ഈ മക്കളെ നീ സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും Happy birthday to you. Happy birthday to you. Happy birthday, dear Gigi. Happy birthday to you. May God bless you, Gigi. May God bless you, Gigi. God bless you, Gigi. Happy birthday to you. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ആദ്യ അമ്മയ്ക്ക്, ആദ്യ അമ്മയ്ക്ക്. ഇതൊക്കെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ കൊച്ചിന് കൊടുക്കട്ടെ. കൊച്ചിനോട് നോക്കി ഞാൻ കൊച്ചിന് കൊടുക്കണം. Happy birthday to you. താങ്ക് യു. നീ എല്ലാവർക്കും കൊടുത്തരാം. Happy birthday.
ഒരു കുഞ്ഞു കഷ്ണം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഞാൻ എല്ലാവർക്കും കൊടുക്കട്ടോ. അമ്മയ്ക്ക് ഇത് മതി, ഇത്ര കൊടുക്കണോ? കൈമാക്കണ്ട. വരവുണ്ട പോലെ ആ കൊച്ചു പാവ വിളിക്കുന്നേ. കൊച്ചിനൊക്കെ ഞാൻ കൊടുക്കും. അത്ര വലുത് കൊച്ചിന് അത്രയും വലുതല്ല. ക്രീം കൊടുക്ക്. ക്രീം കണ്ട മറ്റേ ഓക്കെ. എന്റെ ഗ്രേസ് മോൾക്ക് കൊടുക്കട്ടെ. യേശു കൊച്ചു വന്നേടി. എന്നിട്ട് ഇറങ്ങാൻ നോക്കാം, ഇറങ്ങാൻ നോക്കാം. 5 മോൾക്കുന്ന മിഡു ആന്റി പപ്പയ്ക്ക് കുഞ്ഞു കഷ്ണമായാലും എല്ലാവർക്കും മിഡു ആന്റി കുഞ്ഞു കഷ്ണം. താങ്ക് യു. പോവാം നമുക്ക്. അപ്പൊ അങ്ങനെതാ അമ്മയുടെ അടുത്തിരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സമയത്ത് നാട്ടിൽ വരുന്നു. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ചാൻസ്? എനിക്കും തോന്നുന്നു, സന്തോഷം തോന്നണം. അമ്മയുടെ അസുഖങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എൻ്റെ വ്യൂവേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞേ, എല്ലാവരും ചോദിക്കണ്ട അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞേ. എനിക്ക് മുഴുക്കൻ ആശ്വാസമായി എന്ന് പറയാൻ ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോഴും കിടപ്പും ഇരിപ്പുമായിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടണം. ആ സന്ദർഭത്തിൽ ഇത്രയും ഒരു സന്തോഷം ദൈവം തന്നതിന് എൻ്റെ മക്കളോടും ദൈവത്തോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു. അങ്ങനെ വീട്ടിലത്തെ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു കേട്ടോ അമ്മയുടെ അടുത്ത് വെച്ച്. അപ്പോൾ ഇനി ഞങ്ങൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോവാണ്. അങ്കമാലിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആട്ടോ പോകുന്നത്. അപ്പോൾ അനിയത്തി ഫാമിലിയൊക്കെ അവിടേക്ക് വരും ഡയറക്റ്റ്. ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ആങ്ങളെ നാത്തൂനും അതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ അങ്കമാലിയിലുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണ് അനിയത്തി ഫാമിലിയൊക്കെ വരാനായിട്ട്. വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അനിയത്തി ഫാമിലിയൊക്കെ എത്തിയിട്ടോ. അപ്പോൾ അനിയത്തി വന്നപ്പോൾ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചുടിദാർ കേട്ടോ കൊണ്ടുവന്ന, ചുടിദാറിന്റെ ടോപ്പ്. അപ്പോൾ ഞാനത് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞപ്പോൾ 2 ടേബിളായിട്ടൊക്കെ കിടന്നത് ഞങ്ങളിങ്ങനെ വലിച്ച് മുട്ടിച്ചിട്ട് അത് ഒരു ടേബിളാക്കി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ എല്ലാവരോടും അവരവരുടെയൊക്കെ ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ ഓർഡർ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചത്. അപ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓർഡർ കൊടുത്ത ഫ്രഞ്ച് ഫ്രൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെയാണ്. അവർക്കൊന്നും ഉച്ചക്കാലത്തെ പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആ ഒരു വിഷമമൊക്കെ ഒന്ന് അവരുടെ മാറിക്കോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് വരാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾ മാത്രമൊക്കെയാണ് ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കാൻ പോയേ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചക്കാലത്തെ ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ഒരുവിധം വയറൊക്കെ ഫുള്ളായിട്ട് തന്നെ ഇരുന്നായിരുന്നു. ആർക്കും അങ്ങനെ വലിയ വിശപ്പൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കൊച്ചുമക്കൾക്കൊക്കെ ഒന്ന് കൂടാൻ പറ്റിയൊരു അവസരമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാർട്ടി അങ്ങനെ വൈകുന്നേരത്തേക്കും കൂടെ നമ്മൾ നീട്ടിയതാണ്. അപ്പോഴേക്കും നമ്മുടെ ഓർഡർ കൊടുത്ത ഫുഡൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ പല ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പല ഐറ്റം ആണ് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത്. ഇപ്പോൾ ചിലവർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിലവർക്ക് ചൗമീൻ, ചിലവർക്ക് പൊറോട്ട, അങ്ങനെ പിന്നെ കറികളൊക്കെ ആയാലും ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെ ഡിഫറെൻ്റ് ഐറ്റം ആയിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവരും ആൽവിനൊക്കെ ഇന്ന് സൂപ്പ് മതി എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് അധികം വിശപ്പില്ല, സൂപ്പ് മതി എന്ന് പറഞ്ഞു അങ്ങനെ സൂപ്പാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങളിതാ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കട്ടോ, എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു.
സണ്ണിക്കും ബിഡുവിനൊക്കെ ഐസ്ക്രീം വേണ്ട, ഫ്രഷ് ലൈം മതി എന്ന് പറഞ്ഞ് അവർക്ക് അതായിട്ട് ഓർഡർ കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിവസമാണ്. കാരണം നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ആയിട്ട് ഒരുമിച്ച് ഇന്നത്തെ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ, നാട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ചാൻസ് കിട്ടിയതിൽ വലിയ സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ കുറച്ച് സമയം ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ ഇങ്ങനെ നല്ല രസമുണ്ട്, ഫ്രണ്ടിലെ ആ ഒരു വ്യൂ ഒക്കെ നല്ലതാണ്. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അതിന് ശേഷം എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ നിങ്ങൾ ഒട്ടും തന്നെ മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേണ്ടി നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ 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 ബൈ.